ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ISRO റീസെൻ്റ് ആയിട്ട് പുറത്തുവിട്ട ഒരു നോട്ടിഫിക്കേഷൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് അതുപോലെ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു. ഈ 18-ാം തീയതി ആയിരുന്നു ആ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നവർ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സാം എന്നത്തേക്കിന് കാണും എന്നുള്ളതാണ്. കാര്യം എന്നാലേ നമുക്കൊരു സ്റ്റഡി പ്ലാനും ഒക്കെ ഉണ്ടാക്കി ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എപ്പോഴും എക്സാം കാണും എന്നുള്ളൊരു ധാരണയില്ലാണ്ട് നമുക്കൊരു സ്റ്റഡി പ്ലാനോ സ്ട്രാറ്റജിയോ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം നമുക്കൊരു എക്സാം ഡേറ്റ് ഏകദേശം ഏത് സമയത്ത് കാണും എന്നുള്ളത് നോക്കാം. അത് നമ്മൾ പ്രീവിയസ് എക്സാംസിനെ ബേസ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു എക്സാക്ട് ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഇത്തരം കാര്യം നോക്കി കഴിയുമ്പോഴത്തേക്കിന്, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു സമയം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഈ എക്സാം എപ്പോഴൊക്കെയാണ് നടന്നതെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് 22/12/2018 വന്ന നോട്ടിഫിക്കേഷൻ. അത് എക്സാം നടന്നത് എന്നാണ് 9/6/2019. അതായത് 12-ാം മാസം 2018 വിളിച്ച നോട്ടിഫിക്കേഷൻ 6-ാം മാസം 2019 നടക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര സമയത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്? ഒരു 6 months ഗ്യാപ്പിലാണ് ആ ഒരു എക്സാം ISRO കണ്ടക്ട് ചെയ്തത്. ഓക്കെ, 6 months ഗ്യാപ്പാണ് അവിടെ വന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ 2019 വിളിച്ച നോട്ടിഫിക്കേഷൻ 12-ാം മാസമാണ് വരുന്നത് 2019. പക്ഷേ എക്സാം വന്നത് എന്നാണ്? ജൂലൈ 2021. അപ്പോൾ ഏകദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 1.7 years ആണ് അവിടെ ആ ഒരു ഗ്യാപ്പ് വന്നത്. പക്ഷെ അത് അതിനൊരു പ്രത്യേക കാരണമുണ്ട്. COVID-19 നിൽക്കുന്നൊരു സമയത്താണ് ഈ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആ കൊറോണ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് 2021 വരെ ആ ഒരു എക്സാം പോയെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. നോർമലി നമുക്ക് വിചാരിക്കാൻ പറ്റുന്നൊരു സമയമല്ല എന്നുള്ള കാര്യം ആദ്യമേ തന്നെ വിചാരിക്കുക. ഓക്കെ, അടുത്തത് 2023 നോട്ടിഫിക്കേഷൻ വരുന്നത്. 2021 എക്സാം കഴിഞ്ഞിട്ട് 2023 ഏപ്രിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. എക്സാം എന്നാണ് കണ്ടക്ട് ചെയ്തത്? 11/2/2024. അതായത് ഏകദേശം ഒരു 10 മാസം ഗ്യാപ്പിലാണ് അവിടെ ആ ഒരു എക്സാം അവർ കണ്ടക്ട് ചെയ്യുന്നത്. 10 months ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് ഇനി 2025 വരാം. നമ്മുടെ ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 31/5/2025 മെയ്യിലാണ് വന്നത് അല്ലേ? അപ്പം നമുക്ക് എന്നത്തേക്കിന് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം? നിലവിലെ ഒരു ഐഡിയ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 1.7 അങ്ങ് മാറ്റാം. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഒരു 6 to 10 months എന്നുള്ള രീതിയിൽ, ഏറ്റവും വേസ്റ്റ് കേസ് നമുക്കൊരു 6 months മാക്സിമം ഒരു 10 months നമുക്കവിടെ പ്രതീക്ഷിക്കാം അല്ലേ? 6 to 10 months ആണ് നമുക്ക് നിലവിലുള്ള ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പം ഏറ്റവും വേസ്റ്റ് കേസ് അത് ഏറ്റവും നേരത്തെ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 5 months എങ്കിലും സമയം കൊടുക്കാവൂ. ഒരു 5 monthsനുള്ളിൽ ഈ ഒരു എക്സാം വരുമെന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇന്ന് മുതൽ പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പോൾ 5 months എന്ന് പറയുമ്പോഴും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫുള്ള് 5 monthsന് വേണ്ടി പോകല്ലേ. ഒരു 3 to 4 months നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് ബാക്കി ഒരു ലാസ്റ്റ് 1 month നമ്മളത് റിവിഷന് വേണ്ടി ഒക്കെ ഇട്ടിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 5 to അങ്ങോട്ട് എത്ര പോയാലും നമുക്ക് എന്തായിരിക്കും, അത് നമ്മുടെ പഠനത്തിന് വീണ്ടും റിവിഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ്, നമുക്കൊരു അടുത്ത വർഷം ആദ്യം വരുമെന്നുള്ള രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 മാസം ഗ്യാപ്പ് ഇട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ സിലബസ് ഇല്ല. സിലബസ് ഓരോ സബ്ജക്റ്റിൻ്റെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇടാം. നമുക്കറിയാം ഇതിനൊരു പ്രോപ്പർ സിലബസ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് കാണും അല്ലേ? പക്ഷേ ഗേറ്റിൻ്റെ ഒരു സിലബസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു പ്രിപ്പറേഷൻ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നമുക്ക് ISRO VSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇലക്ട്രോണിക്സുകാർക്കും കമ്പ്യൂട്ടർ സയൻസുകാർക്കും മെക്കാനിക്കലുകാർക്കും ഒക്കെ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രീ റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ ലൈവ് ഡൗട്ട് ക്ലിയർ സെഷൻസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻസുമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ തന്നെ മെൻറ്റർഷിപ്പ്, വാട്സപ്പ് കമ്മ്യൂണിറ്റി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ് അല്ലെ എക്സാം സീരീസ് ഉൾപ്പെടെയാണ് നമ്മൾ ആ ബാച്ച് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം ഒരു 5 മാസം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. മറ്റുള്ള എക്സാമുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട്
കമ്പയർ ചെയ്യുക, സിലബസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, ഇതിന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ളത് നോക്കിയിട്ട് മറ്റ് എക്സാമും ഈ എക്സാമും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അത് നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ മെക്കാനിക്കലുകാർക്കാണെങ്കിൽ ഏത് എക്സാമാണ് വരുന്നത് നോക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുകാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാം ഏതാണെന്ന് നോക്കുക. അതനുസരിച്ച് ഇതുമായിട്ടൊക്കെ ക്ലബ് ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അങ്ങനെ എന്തായാലും നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.